ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിക്കി ടിപ്സ് ആൻഡ് ടോക്സ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഗ്രീൻ ടീനെ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഗ്രീൻ ടീ വെയിറ്റ് ലോസിന് ബെസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഗ്രീൻ ടീ എങ്ങനെ നമുക്ക് കഴിക്കാം, അത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഗ്രീൻ ടീ ഒരു സൂപ്പർ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതുപോലെ നമ്മളുടെ സ്കിന്നിനും നല്ലതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഗ്രീൻ ടീനെ പറ്റിയിട്ട്. പക്ഷേ നമ്മളിപ്പോൾ ഡെയിലി ഗ്രീൻ ടീ കഴിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും, നിങ്ങൾക്ക് ബോറടിക്കും. സപ്പോസ് നമ്മളിപ്പോൾ ഗ്രീൻ ടീ കഴിക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ കഴിക്കുന്നവരാണ്. അതൊക്കെ നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഗ്രീൻ ടീ കഴിക്കാൻ പോവുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് വേണം ഗ്രീൻ ടീ കഴിക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രീൻ ടീ. കാർമിക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലിപ്റ്റൻ്റെ ആണ് കേട്ടോ. കുറേ നാളായി ലിപ്റ്റൺ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഇതിവിടെ ബാംഗ്ലൂർ ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിനൊരു ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ കാർമിക്കിൻ്റെ തുളസി ഇൻഫ്യൂഷൻ എന്താണ് ഹണി ആൻഡ് ജിഞ്ചർ ഫ്ലേവറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. നമ്മളുടെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതുപോലത്തെ സെപ്പറേറ്റ് പാക്കറ്റുകളായിട്ടാണ് വരിക. അതിൽ ഓരോരോ ടീ ബാഗുകൾ ഉണ്ടാവും. ഓരോ ടീ ബാഗും വൺ ടൈം യൂസിന് പറ്റിയതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വെയിറ്റ് ലോസ് ഡ്രിങ്കൊക്കെ രാവിലെ വെറും വയറ്റിൽ അല്ലേ കഴിക്കാറ്. പക്ഷെ ഒരിക്കലും നമ്മൾ ഗ്രീൻ ടീ അങ്ങനെ കഴിക്കരുത് കേട്ടോ. അങ്ങനെ കഴിച്ചാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. അതായത് ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കും. പിന്നെ വയറ്റിൽ ഗ്യാസ്ട്രിക് ഫോർമേഷൻ കൂടുതലായിട്ടുണ്ടാവും. വയറുവേദന മുതൽ അൾസർ പ്രോബ്ലം വരെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും ഗ്രീൻ ടീ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പാടില്ല. ഇങ്ങനെയാണ് കേട്ടോ ഗ്രീൻ ടീ ബാഗ് ഉണ്ടാവുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഗ്രീൻ ടീ എന്താണെന്ന് അറിയാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വെള്ളം ചൂടായിട്ടുണ്ട്. ഞാനപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിനുശേഷം നമ്മളുടെ ആ ഗ്രീൻ ടീ ബാഗ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കും. ഒരു 10-12 പ്രാവശ്യം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫുൾ ആ ഗ്രീൻ ടീയുടെ എല്ലാ ഗുണങ്ങളും നമ്മളുടെ ഈ വെള്ളത്തിലേക്ക് വരും. അപ്പോൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരിക്കലും ഗ്രീൻ ടീ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എപ്പോഴൊക്കെയാണ് നമുക്ക് ഗ്രീൻ ടീ കഴിക്കാൻ പറ്റുക? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷം കഴിക്കാം. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോവുകയാണ്, അതിനൊരു അരമണിക്കൂർ മുമ്പ് കഴിക്കാം. പിന്നെ നമ്മൾ വൈകിട്ടാണ് ഗ്രീൻ ടീ, മീൻസ് 2 കപ്പ് ഗ്രീൻ ടീ ആണ് ഒരു ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുക. അപ്പോൾ 2ാമത്തെ കപ്പ് കഴിക്കുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷം വേണം ഗ്രീൻ ടീ കഴിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആസിഡിക് ആണ്. സോ നമ്മളുടെ ഡൈജഷൻ പ്രോസസ്സ്, ദഹന പ്രക്രിയ, അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ കഴിച്ചിരിക്കുന്ന ആ ഫുഡിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻസും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒന്നും കിട്ടാതെ വരും. സോ ആ പ്രോബ്ലം തടയാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിച്ച ഉടനെ ഗ്രീൻ ടീ കഴിക്കരുതെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് തടിയുള്ള ആളാണെങ്കിൽ ഈ 2ാമത്തെ കപ്പ് ഗ്രീൻ ടീ ഇല്ലേ, ഒരു ദിവസത്തിൽ 2ാമത്തെ കപ്പ് ഗ്രീൻ ടീ രാത്രി കിടക്കാൻ പോകുന്നതിന് 2 മണിക്കൂർ മുമ്പ് കഴിക്കാം. ഓക്കെ, ഈ 2 മണിക്കൂർ മുമ്പ് കഴിക്കാൻ പറയുന്നത് വേറെ ഒന്നല്ല. ചിലപ്പോൾ ഗ്രീൻ ടീ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഇല്ലായ്മ ഫീൽ ചെയ്യും. സോ 2 മണിക്കൂർ മുമ്പ് കഴിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ത്രൂ ഔട്ട് ദ നൈറ്റ് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ അത് അലിയിച്ച് കളയും. പിന്നെ നമ്മൾ വേറെ ഭക്ഷണമൊന്നും രാത്രി കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ നന്നായിട്ട് അത് വർക്ക് ചെയ്യും. അതുകൊണ്ട് നല്ല തടിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഗ്രീൻ ടീ ഉപയോഗിക്കാം. സോ നമ്മളുടെ ഗ്രീൻ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പഞ്ചസാര ഒന്നും ചേർക്കാൻ പാടില്ല. ജസ്റ്റ് ടീ ബാഗ് ഡിപ്പ് ചെയ്യുക. ഹോട്ട് വാട്ടറും ടീ ബാഗും മാത്രം മതി നമുക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കാനായിട്ട്. ഇനി പഞ്ചസാര ആഡ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ആദ്യം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ പൂർണ്ണമായിട്ടും പഞ്ചസാര ആഡ് ചെയ്യുന്ന പരിപാടി നിർത്താം കേട്ടോ. പിന്നെ നമുക്ക് ഗ്രീൻ ടീ ഒരു ഫ്ലേവർ യൂസ് ചെയ്ത് മടുക്കുമ്പോൾ വേറെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് വാങ്ങി ട്രൈ ചെയ്യാം.
നമുക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് ഗ്രീൻ ടീ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ആ പെർഫോമൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല നമ്മളുടെ ആ ഫാറ്റ് ബേണിങ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മളുടെ ബോഡിയിൽ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര ഗ്രീൻ ടീ വരെ ആവാം, മാക്സിമം പറയുന്നത് ഒരു 3 കപ്പ് ഗ്രീൻ ടീ, അതിൽ കൂടാൻ പാടില്ല. അത് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും. ഞാൻ സാധാരണ ഒരു ദിവസം 2 കപ്പ് ഗ്രീൻ ടീ ആണ് കഴിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് താല്പര്യമുണ്ട്, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രീൻ ടീ ട്രൈ ചെയ്യാം കേട്ടോ. ഇനി വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ ടീ വേറൊരു തരത്തിൽ ഉപയോഗിക്കാം, ഡീടോക്സിഫൈ വാട്ടറായിട്ട് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ 1 കപ്പ് ഗ്രീൻ ടീ ഉണ്ടാക്കാം, രാവിലെ എണീറ്റ വശം 1 കപ്പ് ഗ്രീൻ ടീ ഉണ്ടാക്കുക. പിന്നെ ഒരു ബോട്ടിലിൽ 2 കപ്പ് വെള്ളം എടുത്തിട്ട് ഈ 1 കപ്പ് ഗ്രീൻ ടീ അതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ചെറിയ പീസ് കറുകപ്പട്ടയില്ലേ, സിനമൺ സ്റ്റിക്ക്, അത് ഇടുക. എന്നിട്ട് ഫുൾ ഡേ നമുക്ക് ഒറ്റയടിക്ക് ഇത് കുടിക്കരുത് കേട്ടോ, ഒറ്റൊരു ഇതിൽ കുടിക്കരുത്. നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ ഫുൾ ഡേ നമ്മൾ കുറച്ചായിട്ട് ഓരോ സിപ്പായിട്ട് കുടിക്കുക. ഓക്കെ, അപ്പോൾ ഇതും വെയിറ്റ് ലോസിന് നല്ലതാണ്. അപ്പോൾ ഗ്രീൻ ടീ മാത്രം ഈ രാവിലെയും വൈകിട്ട് ഓരോ കപ്പ് കുടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലൊരു ഡീടോക്സ് വാട്ടർ ഉണ്ടാക്കിയിട്ട് കുടിക്കാം. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഗ്രീൻ ടീനെ പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാൻ പോവാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഹെൽത്ത്, ബ്യൂട്ടി, മേക്കപ്പ് ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.